കല്ലിനോടും മരത്തിനോടും ഒന്നുമല്ല, ജീവിക്കുന്ന ദൈവത്തിനോടാണ്. അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കെ തന്നെ നീയൊക്കെ വിശ്വസിക്കണം, ഞാൻ കാണൂടി. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് അമ്മമാരെ അപ്പന്മാരെ നമുക്കുണ്ടാകേണ്ട വിശ്വാസം. ഞാൻ പ്രാർത്ഥിക്കണതേ കല്ലിനോടും മണ്ണിനോടും ഒന്നും അല്ല, ജീവിക്കുന്ന ദൈവത്തിനോടാണ്. അപ്പൊ ആ ജീവിക്കുന്ന ദൈവത്തിന്റെ ജ്ഞാനം എന്നിൽ നിറഞ്ഞാൽ അതൊക്കെ നിന്നിൽ നിറയും. നിന്റെ ഈ നിരീശ്വരവാദിത്വവും ഇതെല്ലാം ലോകത്തിന്റെ അജ്ഞതയാണ്. ആ അജ്ഞതയെ തകിടം മറിക്കുന്ന പ്രകാശം ഉദിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതാ ഒരു വചനം വരുന്നു. 2 കൊറിന്ത്യോസ് 4-ാം അധ്യായത്തിൽ 6-ാമത്തെ വചനം എന്ന് വായിച്ച്. 2 കൊറിന്ത്യോസ് 4-ാം അധ്യായം 4-ാമത്തെ വചനവും ഇത് തന്നെ. 4-ാമത്തെ വചനം പറയുന്നത് ഈ ലോകത്തിന്റെ ദേവന്മാര് സുവിശേഷത്തിന്റെ വെളിച്ചത്തെ അന്ധമാക്കിയിരിക്കുന്നു, അതുകൊണ്ടത് പ്രകാശിക്കാൻ പറ്റുന്നില്ല. 4 വായിച്ച ആദ്യം. 2 കൊറിന്ത്യോസ് 4:4. ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. അതിനാൽ തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ഇനി 6-ാമത്തെ വചനം വായിച്ച്. അന്ധകാരത്തിൽ നിന്ന് പ്രകാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ ദൈവം തന്നെയാണ് ക്രിസ്തുവിന്റെ മുഖത്ത് ഒന്നുകൂടി വായിച്ച സാവധാനം. അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ എന്നരുളി ചെയ്ത ദൈവം തന്നെയാണ് ക്രിസ്തുവിന്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവ്. കണ്ടോ, അറിവ്, ജ്ഞാനം, അറിവിന്റെ പ്രകാശം ഞങ്ങൾക്ക് തരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചിരിക്കുന്നു. ഒന്നും മനസ്സിലാവില്ല കേട്ടോ, ഇത് 1-2 പ്രാവശ്യം വായിച്ചാൽ. അത് ഇനി വീട്ടിൽ പോയിട്ട് നിങ്ങൾ ശരിക്കിരുന്ന് കുറേ വായിക്കണം. കുറേ പ്രകാശം എന്ന് കേട്ടില്ലേ? അറിവിൻ്റെ പ്രകാശം. കണ്ടോ, ജ്ഞാനം ആണ്. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദാറ്റ് പോയിന്റ്. അപ്പോൾ ഞാൻ എന്നിട്ട് ഇത് അവരോട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ വെളുപ്പിനിരുന്ന് 1-2 അധ്യായം ബൈബിള് വായിക്കുക. ഐ പ്രിഫർ ആദ്യം നിങ്ങൾ ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകം 6, 7, 8, 9 വായിച്ചിട്ട് നിങ്ങളതങ്ങ് സ്വീകരിക്കുകയും ഈ പ്രകാശം എൻ്റെ മക്കളിലേക്ക് ഒഴുകും എന്ന് വിശ്വസിച്ചാൽ മതി. അവരോടൊന്നും പറയണ്ട. ഇത് എന്നിൽ നിറഞ്ഞാൽ, യെശയ്യാ 59:21 കേട്ടല്ലോ നമ്മളിൽ നിറഞ്ഞാൽ അത് ഉടമ്പടി പ്രകാരം മക്കളിൽ നിറയും. അവർ പറയാണ് ഇത്രയും ചെയ്താൽ മതിയോ? അവരതിൻ്റെ വലിയ എന്തെങ്കിലുമൊക്കെ ഇത്രയും ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട നിങ്ങൾ. എന്നിട്ട് കർത്താവിൽ ആശ്രയിക്കുക. സാധാരണഗതിയിൽ അങ്ങനെ രാവിലെ നമ്മൾ കുറേ നേരം പ്രാർത്ഥിക്കുമ്പോൾ ആ ദിവസം മുഴുവനും ആ വചനത്തിൻ്റെ ഒരു ലഹരിയിലായിരിക്കും. ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറയാണ്, ബ്രദറെ അവൾ ഫോൺ വിളിച്ചിരിക്കുകയാണ്. എന്തു പറഞ്ഞു? അവൾ പറയാണ്, നിങ്ങൾ എന്താ തീരുമാനിച്ചിരിക്കണേന്ന്. എന്താ അതിൻ്റെ അർത്ഥം? അവരെന്നോട് ചോദിക്കാൻ. അർത്ഥം മനസ്സിലായില്ലേ? അതിൻ്റെ അർത്ഥം അവളിപ്പോൾ ഇളകിയിരിക്കുന്നു അവളുടെ തീരുമാനത്തിൽ നിന്ന്. മുമ്പ് അവൾ പറഞ്ഞത് ഞാൻ തീരുമാനിച്ച് പോകാമെന്നല്ലേ. ഇപ്പം അവൾ ചോദിക്കണം, നിങ്ങളെന്താ തീരുമാനിച്ചിരിച്ചത്? നിങ്ങൾ നിങ്ങളുടെ തീരുമാനം പറയണം. നിങ്ങൾ പറയണം, എടി മോളെ നീ ഒരു ക്രിസ്ത്യാനിയാണ്, നിനക്ക് ഒരിക്കലും ഒരു മുസ്ലിം ആകാൻ സാധ്യമല്ല. രണ്ടാമത്തേത്, ഇത് ദൈവഹിതമല്ല, ദൈവം നിനക്കായിട്ട് ഒരാളെ ഒരുക്കി വെച്ചിട്ടുണ്ട്, അത് ഞങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് തരാം. ഇതാ ഞങ്ങളുടെ തീരുമാനം. അവൾ ടപ്പ് എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. ഇതാണ്. വിഷമിക്കണ്ട, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ.
അതിനുശേഷം ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചു പറയാണ് അവൾ പെട്ടിയും കിടക്കായിട്ട് ഇങ്ങോട്ട് പോന്നു. അവളത് വിട്ടു. ഇത് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ഒരുപാട് എക്സാമ്പിൾ ആൾമോസ്റ്റ് ഇതേ സെയിം ഇതിലുള്ളതുണ്ട്. ഒരെണ്ണം കൂടി പറയാം. ഇപ്പം ഈ കണ്ണൂരിൽ സംഭവിച്ചതാണ്. സോറി ടു സേ, സ്ഥലം അങ്ങനെ പറഞ്ഞു പോയെന്നുള്ളൂ. ഞാനവിടെ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ അവരുടെ മകള് 19 വയസ്സായിട്ടുള്ളൂ. അവള് ഡിഗ്രിക്ക് എന്താ പറയണത് സെക്കൻഡറി കോളേജിൽ പഠിക്കാൻ അവളൊരു ഹിന്ദു ചെറുക്കൻ്റെ കൂടെ അങ്ങ് പോയി അമ്പലത്തിൽ പോയി കെട്ടി അവരോട് താമസിക്കണം. എന്ത് ഇവരങ്ങ് തളർന്നു, അവശതയായി. എന്ത് ചെയ്യും? അപ്പം ഞാൻ അവരെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അവളെ ഇനിയും നിങ്ങൾ സ്നേഹിക്കണം, അവളെ തിരസ്കരിക്കാതെ അവളെ സ്നേഹിക്കണം. എന്നിട്ട് ഈ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവളിൽ ജ്ഞാനം വരും. എന്തിനു പറയണു? 1 മാസത്തിനകത്ത് അവൾ തിരിച്ചു വന്നു. അപ്പോൾ എനിക്കറിഞ്ഞൂടാ, ഞാൻ ഇതൊന്നും പറയണമെന്ന് ഉദ്ദേശിച്ചല്ല വന്നത്. ഐ തിങ്ക് നിങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം ഇതാണ്. ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മൾക്ക് തന്നിരിക്കുന്നത് തുറന്ന് അതിലൂടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. ഈവൻ നമ്മൾ വലിയ ആൾക്കാരെടുക്കുന്ന തീരുമാനങ്ങൾ, എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നത്? പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിക്കഴിഞ്ഞിട്ട് അതിന് പരിഹാരത്തിന് പോകാതെ അതിനേക്കാൾ എളുപ്പം എന്താ? അതുണ്ടാകാതിരിക്കാനുള്ള ജ്ഞാനം കിട്ടിയാൽ പോരെ. ഇപ്പൊ അധികവും മറുനാടൻ മലയാളികൾ ഇങ്ങനെ ജോലി ചെയ്യുന്നവർ, ഭാര്യയും ജോലി ചെയ്യുന്നു, ഭർത്താവും ജോലി ചെയ്യുന്നു. പക്ഷേ പലരുടെയും പ്രശ്നം ഇപ്പോഴും കടബാധ്യതയാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടായിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും ഈ കടബാധ്യത. അപ്പം എന്തുകൊണ്ടാണ് ഈ കടബാധ്യതകൾ? പ്രധാനമായിട്ട് ഇംഗ്ലീഷിലൊരു പ്രോവർബ് ഉണ്ട്, സ്പെൻഡ് യുവർ മണി വൈസ്ലി. ഈ 10ാം ക്ലാസ്സിലൊക്കെ ഒരു ഓട്ടോഗ്രാഫിൽ ആൾക്കാർ എഴുതാറുള്ളൊരു വാക്കാണത്. അന്ന് നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. കടബാധ്യത വന്നു കഴിയുമ്പോൾ മനസ്സിലാവും. എന്തുകൊണ്ട് കടബാധ്യത? നമ്മൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ചെലവാക്കുന്നുണ്ട്. ചിലവർക്ക് എത്ര കഷ്ടപ്പെട്ടിട്ടും പൈസ വരണില്ല. ഇതാണ്. അതുകൊണ്ട് എൻ്റെ ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കും. ഞാൻ പറയും വരൂല. എന്തുകൊണ്ടാണ് വരാത്തതെന്നറിയാമോ? നിന്റെ അടുത്ത് കർത്താവ് പൈസ തന്നാൽ ഉടനെ നീ അത് തരികട അടിച്ച് കളയും. അതായത് അത് ചെലവാക്കാനുള്ള ജ്ഞാനം കിട്ടിയാലേ പൈസ തരുള്ളൂ. ഇത് വലിയൊരു പോയിന്റാണിത്. കാരണം ഇപ്പം നമ്മളൊരു പ്രോസ്പെറിറ്റി ഗോസ്പൽ അല്ല. നമ്മുടെ ജീവിതത്തിൽ ഈ ആണല്ലോ പലരുടെയും പ്രശ്നം. ഇവിടെ എന്തിനാണ് ഇവിടെ വന്നേക്കണത്? ഒരുപാട് കേസ് കെട്ടുകളായിട്ടാണ് ഇവിടെ ഇരിക്കണത്. നമ്മൾ നാട്ടിലെ കേസുകളുണ്ട്, നാട്ടിലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പെങ്ങളുടെ കാര്യം നടത്തണം, അവരുടെ കല്യാണം നടത്തണം, മക്കളുടെ കല്യാണം നടത്തണം, അവരുടെ പ്രശ്നം, ഇതെല്ലാം ശരി. പക്ഷേ നമ്മളെ കർത്താവിൻ്റെ ജ്ഞാനത്തിലൂടെ പൈസ വിനിമയം ചെയ്യാനുള്ള ഒരറിവ് കിട്ടിയാലേ പൈസ വരുള്ളൂ. ഇത് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു ബോണസാണിത്. ഇങ്ങനെ പറഞ്ഞാലെങ്കിലും പ്രാർത്ഥിക്കും. സോളമനും പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ജ്ഞാനത്തോടൊപ്പം എനിക്ക് ധാരാളം സമ്പത്തും കിട്ടിയിരുന്നു. കാരണം ഒരുവന് ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ എത്ര സമ്പത്ത് കൊടുത്താലും അവൻ അത് ദുർവിനിയോഗം ചെയ്യില്ല എന്ന് കർത്താവിനറിയാം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? സമ്പത്ത് ദുർവിനിയോഗം ചെയ്യുന്നതിലൂടെ അല്ലേ വേണ്ട രീതിയിൽ. സിമ്പിൾ കാര്യം, നമ്മൾ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ആ തീരുമാനം ചിലപ്പോൾ ശരിയായിട്ട് വന്നിരിക്കാം, ചിലപ്പോൾ അത് ശരിയല്ല. ഒരാളൊരു നല്ല ജോലിയായിരുന്നു, നല്ല കാശായി. 2 പേരും നേഴ്സായിരുന്നു, നല്ല കാശായി. അപ്പോൾ തോന്നി ഈ കാശ് വെച്ചുകൊണ്ട് നമുക്കൊരു ബിസിനസ് തുടങ്ങാം, ഉള്ളത് കൊണ്ട് തൃപ്തിയായിട്ട് ജീവിച്ചാൽ മതിയായിരുന്നു.
അപ്പോൾ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടു, നമ്മുടെ വീടിൻ്റെ അടുത്തൊരു പെട്രോൾ പമ്പ് സെയിലിന്. അത് സെയിൽ മേടിച്ച് ആ പെട്രോൾ പമ്പ് നടത്താൻ തുടങ്ങി. കാശിഷ്ടം പോലെ വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞായറാഴ്ച ഒന്നും പള്ളിയിൽ പോകാൻ സമയമില്ല. കാരണം ജോലി ഒഴിവുള്ള ഞായറാഴ്ചയൊക്കെ നമ്മളിനി പെട്രോൾ പമ്പിലിരിക്കുകയാണ്. കാര്യം പോയ പോക്കണ്ടോ? ആയിക്കോട്ടെ, ഞാനിതൊക്കെ പറയണോ? എന്നിട്ട് എന്തുണ്ടായെന്നറിയാമോ? അപ്പോൾ കൂടുതൽ കാശായി. അപ്പോഴുണ്ട് വേറൊരു പെട്രോൾ പമ്പ് സെയിലിന് വന്നേക്കണം. അപ്പോൾ എല്ലാവരും പറഞ്ഞു, നീ ഇതിനകത്ത് വിജയിച്ചിരിക്കണം, അതുകൊണ്ട് നീ അത് മേടിക്കും. കർത്താവിനോട് ചോദിച്ചില്ല, ജ്ഞാനത്തിന് വേണ്ടി ചോദിച്ചില്ല, എന്തിനാണ് ഈ കാശ് ഉണ്ടാക്കണമെന്ന് ചോദിച്ചില്ല. ആ പെട്രോൾ പമ്പ് മേടിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി അത് വർക്കിംഗ് ആക്കണതിന് കുറച്ച് റിപ്പയർ ചെയ്യണം. അവർ പറഞ്ഞു അവിടെ ഇവിടെ ചെറിയ കുറച്ച് റിപ്പയർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എന്തോരം റിപ്പയർ ചെയ്തിട്ടും 1 വർഷമായിട്ടും ഈ സംഭവം ഫങ്ഷനിലാവുന്നില്ല. എന്തിനു പറയണു? ഈ ആദ്യം മേടിച്ച പെട്രോൾ പമ്പും വിൽക്കേണ്ടി വന്നു, കുറേ പൈസ കടമെടുക്കേണ്ടി വന്നു, എന്നിട്ടും അത് ശരിയായില്ല. അവസാനം അതും വിറ്റ്, രണ്ടും വിറ്റ് അവസാനം വീണ്ടും ജോലിയിൽ കയറേണ്ടി വന്നു. അപ്പം നമ്മൾക്ക് ഇത് ഞാൻ പറയുമ്പോൾ ഒറ്റ കാര്യം ഞാൻ പറയണുള്ളൂ. നമ്മൾ എന്ത് തീരുമാനം എടുക്കുന്നതിന് മുൻപ് ഒന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, ഇത് നിന്റെ ഹിതമാണോ? ദൈവമേ, ജ്ഞാനം നൽകണേ. 2, നിങ്ങൾ ഒരുമയോടെ എടുക്കുക തീരുമാനം. ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ, പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും, ഒരുമയോടെ. ഇപ്പം ആരെങ്കിലും ഒരാൾക്ക് അതിൽ സീരിയസ് ആയിട്ടുള്ള എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അത് വിജയിക്കില്ല, 100% വിജയിക്കില്ല. അതാണ് ഈ വചനം പറയുന്നത്. അല്ലെങ്കിൽ അതിന് പോസിറ്റീവായിട്ട് പറയാണ്, നിങ്ങൾ 2 പേർ യോജിപ്പോടെ ചോദിക്കുന്ന എന്ത് കാര്യങ്ങളും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നടത്തി തരും. ഇത് എൻ്റെ ജീവിതത്തിൽ വളരെ അക്ഷരം പ്രതി സംഭവിച്ചിട്ടുള്ളതാണ്. ഞാനും ഭാര്യയും ഒരുമയോടെ കടലാസിൽ എഴുതി ഞങ്ങൾ ഒരുമയോടെ താഴെ പറയുന്ന കാര്യങ്ങൾ ചോദിക്കുന്നു. അത് അക്ഷരം പ്രതി സംഭവിച്ചിട്ടുണ്ട്. ഇന്നും അതെ, ഞങ്ങൾ ഒരുമയോടെ എന്ത് ചോദിച്ചാലും അത് സംഭവിക്കാം. കാരണം കർത്താവ് നമ്മളുമായിട്ട് അതുപോലെ ബന്ധത്തിലാണ്. എന്താ നമ്മൾ കർത്താവുമായിട്ടുള്ള ബന്ധം? ഈ മക്കളെ കർത്താവ് നമ്മളിലൂടെ സൃഷ്ടിച്ചതിൽ നമ്മളുമായിട്ട് അത്രയ്ക്ക് ബന്ധത്തിലാണ്. പക്ഷേ സൃഷ്ടിച്ചത് എങ്ങനെയാ? ഒരുമയോടെ ആയപ്പോഴല്ലേ സൃഷ്ടിച്ചത്. ആ ഒരുമ നമ്മളിൽ ഉണ്ടാക്കണം. അപ്പം അതിനുവേണ്ടി പല കാര്യങ്ങളിലും നമ്മൾ താഴ്ന്നു കൊടുക്കണം. ഭാര്യയും താഴ്ന്നു കൊടുക്കണം, ഭർത്താവും താഴ്ന്നു കൊടുക്കണം. അങ്ങനെ നമ്മൾ ഒരുമയുണ്ടായാൽ മാത്രമേ ഈ കഷ്ടപ്പാടിനെല്ലാം ഫലമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും വേണ്ട രീതിയിൽ വിജയം ഉണ്ടാവുന്നില്ല. ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ബേസിക് പോയിന്റ് ഒരുമയോടെ പ്രാർത്ഥിക്കുന്നില്ല. 2, ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. നമുക്കൊന്ന് സ്തുതിക്കാം, ഒന്ന് എഴുന്നേറ്റ് സ്തുതിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്കിപ്പോൾ കുറച്ച് സമയം ഈശോയെ എഴുന്നള്ളിച്ച് വെച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്ന് ഉച്ചത്തിൽ സ്തുതിക്കുക. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. അവരോട് ഈശോയെ കർത്താവേ നന്ദി, ഈശോയെ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. ഒന്നുച്ചത്തിൽ സ്തുതിച്ച് ജ്ഞാനത്തിന് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണമേ. ദൈവിക രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ദൈവവചനത്തിൻ്റെ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഒന്നുച്ചത്തിൽ സ്തുതിച്ചേ. യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ദൈവിക ജ്ഞാനം ഞങ്ങളിൽ തുറക്കണമേ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ദൈവിക ജ്ഞാനം ഞങ്ങളിൽ തുറക്കണമേ. ദൈവിക ജ്ഞാനം ഞങ്ങളിൽ തുറക്കണമേ. ദൈവിക ജ്ഞാനം ഞങ്ങളിൽ തുറക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഇരിക്കാം. നമ്മളിപ്പോൾ അല്പസമയം ഈശോയെ എഴുന്നള്ളിച്ച് വെക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഈശോ, ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന ഈശോ ദൈവം തന്നെയാണെന്നും ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളിലേക്ക് പ്രസരിപ്പിക്കുകയാണ്. ഈ സൂര്യപ്രകാശത്തിൽ കിടക്കുന്ന, ഇപ്പം നിങ്ങളുടെ ഇവിടെ അധികം സൂര്യപ്രകാശം ഇല്ല എന്നുള്ളതാണ് കംപ്ലൈൻ്റ് അല്ലേ? നല്ല വെയിലത്ത് കിടക്കുന്ന ഒരു കരിങ്കല്ല് കുറച്ച് കഴിയുമ്പോൾ എന്താവും? ചൂടാവും ഇല്ലേ? വാം ആവും. അത് ചൂടായി കഴിഞ്ഞാൽ ആ ചൂട് ആ കല്ലിൽ നിന്ന് മണ്ണിലേക്ക് പ്രസരിക്കുന്നു. എന്ന പോലെയാണ് നമ്മളുടെ മുമ്പിൽ ഈശോയെ എഴുന്നള്ളിച്ചു വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയിൽ നിന്നുള്ള പ്രകാശം നമ്മളിലേക്ക് പ്രസരിക്കുന്നു. അത് പ്രസരിച്ച് നമ്മുടെ ആത്മാവിനെ പ്രകാശിപ്പിക്കുന്നു. അതാണ് സങ്കീർത്തനത്തിലെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. അവനെ നോക്കിയവർ പ്രകാശിതരായി. ഈ പ്രകാശത്തിൽ പ്രധാനമായി ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന മേഖല ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ആ ജ്ഞാനത്തിന് വേണ്ടി ഒന്ന് ദാഹിക്കാം. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ദൈവമേ, ജ്ഞാനസ്നാനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ജ്ഞാനത്തെ ഞങ്ങളിതാ മുട്ടുന്നു. അത് ഞങ്ങൾക്കായി തുറക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഓ യേശുവേ, നമുക്ക് മുട്ടുകുത്തി ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നരനായി വന്നു പിറന്നവനേ, പരിശുദ്ധൻ 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 കർത്താവേ, പരിശുദ്ധൻ മിശിഹാ കർത്താവേ. അഖില ലോക നായക ആർത്തിടുന്നു ഞങ്ങൾ, ഈശോനാഥ പുകഴ്ത്തിടുന്നു ഞങ്ങൾ. നീയല്ലോ ശരീരങ്ങൾ ഉയിർപ്പേകുന്നേ, നീയല്ലോ ആങ്ങൾ ഉയിർപ്പേകുന്നേ, നീ തന്നെ ആത്മാവിന് രക്ഷയേകുന്നു. അഖില ലോക നായക വാഴ്ത്തിടുന്നു. നമുക്ക് കർത്താവിലേക്ക് നോക്കാം. അഖില ലോക നായകൻ എന്ന് മനഃപൂർവ്വം നമ്മൾ പാടുന്നതാണ്. കാരണം അതാണ് കർത്താവ്. ഈ ലോകം മുഴുവനെയും ഒരു അപ്പക്കഷ്ണത്തിൽ ഇരുന്നു കൊണ്ട് പരിപാലിക്കും എന്ന് ഏത് സയൻസിനാണ് സാധിക്കുക? ഏത് മനുഷ്യബുദ്ധിക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും? അതാണ് മനുഷ്യബുദ്ധിക്ക് അപ്രാപ്യമായ ഒരു രഹസ്യമാണത്.
അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും സ്ഥായി ഘടകം. ക്രൈസ്റ്റ് സെൻട്രഡ്, ക്രിസ്റ്റോസ് സെൻട്രിക് ലൈഫാണ്. അതാണ് പുതിയ നിയമത്തിൻ്റെ പ്രത്യേകത. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നുകൊണ്ട് ക്രിസ്തു നമ്മുടെ ജീവിതത്തെ നയിക്കുന്ന ഒരു പ്രിവിലേജ്. നമ്മൾ ദൈവ മക്കളാണ്. നമ്മളൊരു നാവിഗേറ്റർ. നമ്മൾ ആ നാവിഗേറ്ററിൽ നമ്മൾ അഡ്രസ്സ് കൊടുത്താൽ ആ നാവിഗേറ്റർ നമ്മളെ കൃത്യമായിട്ട് അവിടെ കൊണ്ടുവന്ന് എത്തിക്കുന്ന പോലെ ഈശോ പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ജീവിതത്തെ നയിക്കും. ഈശോ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. ഇപ്പം നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളൊന്നും പറയാതെ, നമ്മുടെ നിയോഗങ്ങളൊന്നും പറയാതെ ഈശോയോട് പറയുക, കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന അത് ഞങ്ങൾക്ക് തരിക, അത് ഞങ്ങളിൽ തുറക്കുക. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ ഹിതം ഞങ്ങളിൽ നിറവേറ്റുക. അങ്ങയുടെ ഇച്ഛ. ഞങ്ങളുടെ ബുദ്ധിക്ക് അനുസരിച്ച് ഞങ്ങൾ പല പ്ലാനുകളും ചെയ്തു. ഞങ്ങളുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പലതും ഞങ്ങളുടെ ചിന്തകളിലുണ്ട്. ദൈവമേ, ഞങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ഞങ്ങളുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, ഓ ദൈവമേ, അത് ഞങ്ങൾക്ക് തരണമേ. ഓ ദൈവമേ, ജ്ഞാനം നൽകണമേ. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. മാതാപിതാക്കളായ ഞങ്ങളിൽ നിന്ന് അത് ഞങ്ങളുടെ മക്കളിലേക്ക് ഒഴുകുമാറാകണമേ. ക്രിസ്തുവിൻ്റെ പ്രകാശം ഞങ്ങളിൽ പ്രകാശിപ്പിക്കണമേ. ഓ ദൈവമേ, ഞങ്ങൾ ഈ ഓരോ കുടുംബങ്ങളെയും, ഇവിടെ വരാൻ സാധിക്കാത്ത ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ എല്ലാം ജീവിതത്തിൽ അവരിവിടെ വന്നിരിക്കുന്നത് പ്രത്യേകമായിട്ട് ദൈവ ശുശ്രൂഷ തന്നെയാണ്. രോഗി ശുശ്രൂഷകളിലാണ് അവരെ വ്യാപൃതരായിരിക്കുന്നത്. ഈശോയെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ, When I was sick, you visited me. ഞാൻ നഗ്നനായിരുന്നപ്പോൾ നീ എന്നെ ഉടുപ്പിച്ചു. എനിക്ക് വിശന്നപ്പോൾ നീ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചപ്പോൾ നീ എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നപ്പോൾ നീ എന്നെ വന്ന് കണ്ടു. ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തപ്പോഴെല്ലാം നീ എനിക്കാണ് ചെയ്തത്. എനിക്ക് യു ഹാവ് ഡൺ ടു മീ. ദൈവമേ, ഞങ്ങൾ ഓരോ ദിവസവും വാർഡിൽ എന്തോ ഒരു ഭയാനകമായ അവസ്ഥകളുള്ള ആളുകളെ കാണുന്നത്. എന്നാൽ ഇനി മുതൽ ഞങ്ങൾ അവരോരോരുത്തരും കർത്താവ് ഈശോ മിശിഹായായിട്ട് കാണും. ഞങ്ങൾ കർത്താവിനെ തൊടും. ആ വേദനിക്കുന്ന കർത്താവിനെ ഞങ്ങൾക്ക് തൊടാനും ശുശ്രൂഷിക്കാനുമുള്ള അവസരമായിട്ട് ഞങ്ങളത് കണക്കാക്കുന്നു. ഞങ്ങൾ നന്ദി പറയും. ഇന്നേ വരെ ഞങ്ങൾ ഈ രോഗി ശുശ്രൂഷയിൽ, ആതുര ശുശ്രൂഷയിൽ വളരെയധികം കഷ്ടതകൾ അനുഭവിച്ചിട്ടാണ്
ഇതെല്ലാം ചെയ്യുന്നത്, അതെല്ലാം അങ്ങയിലൂടെ അനേകം ആത്മാക്കളെ നേടുന്നതിനായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ വേദനയിൽ അങ്ങയെ ആശ്വസിപ്പിക്കുന്നതിനായിട്ട് സമർപ്പിക്കുന്നു. നമ്മൾ കണ്ടു മെഴുകുതിരികൾ. എപ്പോഴും 2 മെഴുകുതിരി അൾത്താരയിലുണ്ടാവും. അതൊന്ന് കർത്താവ് ഈശോ മിശിഹായും ഒന്ന് നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ ദൈവം നമുക്ക് ദൈവത്തെ തന്നെ തന്നിരിക്കുന്നു. അതാണ് ഏറ്റവും വലിയ കൃപ. ദൈവം നമ്മളിൽ വന്ന് നിറഞ്ഞിരിക്കുന്നു. ദൈവം എമ്മാനുവേലായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാ കുദാശകളിലും കൃപയാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ വിശുദ്ധ കുർബാനയിൽ കൃപയുടെ ദാതാവിനെ നമുക്ക് ലഭിക്കുന്നു. കൃപ മാത്രമല്ല, കൃപയുടെ ദാതാവിനെ. നമുക്ക് 2 മിനിറ്റ് മൗനമായി പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, അങ്ങ് എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന വലിയ കാര്യങ്ങൾ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കും. ഈശോയെ അരുളി ചെയ്തു, നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ പിതാവിനറിയാം നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന്. വീണ്ടും ഈശോ ഗെത്സമനിയിൽ വെച്ച് പറഞ്ഞു. മർക്കോസിന്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ 32-ാമത്തെ വചനമാണ്. ഈശോ ഗെത്സമനിയിൽ വെച്ച് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുത്തിരിക്കുവിൻ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാനാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്തിരിക്കുവിൻ. ഇതാണ് ആ നിമിഷങ്ങൾ. ഈശോ പ്രാർത്ഥിക്കുന്നു. ഈശോ പിതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പറയുകയാണ്, പിതാവേ, ഇവരെല്ലാം അങ്ങ് ഞാനും അങ്ങും ഒന്നായിരിക്കുന്ന പോലെ, നമ്മൾ ഒന്നായിരിക്കുന്ന പോലെ ഇവരും നമ്മളും ഒന്നാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓ പിതാവേ, ഇവരെ അനുഗ്രഹിക്കണമേ. നിന്നിൽ ഞാനുമേ എന്നിൽ നീ ഇങ്ങനെ നാം. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് മറ്റൊരു പ്രാർത്ഥന കൂടി നമ്മളെപ്പോഴും രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. നല്ലതാണ്. പക്ഷെ അതിൻ്റെ ഉദ്ദേശം വളരെ പല പല ഉദ്ദേശങ്ങളാണ്. പ്രധാന ഉദ്ദേശം, ഈ രോഗശാന്തികളുടെ എല്ലാം ഉദ്ദേശം നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. കർത്താവിൻ്റെ ആ സ്പർശനം ഓൺ ദ സ്പോട്ട് അനുഭവിക്കുക എന്നുള്ളതല്ലാണ്. ഈശോ പറഞ്ഞു, വിശ്വാസികൾക്ക് ഈ അടയാളമുണ്ടാകും. അവർ എൻ്റെ നാമത്തിൽ കൈവയ്ക്കുമ്പോൾ രോഗികൾ സൗഖ്യപ്പെടും. വിശ്വാസികളുടെ അടയാളമാണത്.
ഇപ്പോൾ നമുക്ക് ആ അടയാളം കർത്താവ് പറഞ്ഞതനുസരിച്ച്, ഞാനൊരു വൈദ്യനല്ല, ഐ എം നോട്ട് എ ഹീലർ, ബട്ട് എ ബിലീവർ. ഞാൻ വിശ്വസിക്കുന്നു. ഈ വചനം അനുസരിച്ച് ഇപ്പോൾ വേദനിക്കുന്ന ഒരാളെ മേൽ ഞാൻ കൈവയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ അച്ഛൻ കൈവയ്ക്കുമ്പോൾ അദ്ദേഹം സൗഖ്യപ്പെടും. അങ്ങനെയുള്ള സൗഖ്യം നിങ്ങൾ കാണാൻ പോവുകയാണ്. അത് കാണുമ്പോൾ ഇപ്പോൾ ഈ നിമിഷത്തിൽ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാൻ പോവുകയാണ്. അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് ഒരാൾ ഇപ്പോൾ ശരീരത്തിൽ എവിടെയെങ്കിലും വേദനയുള്ള, നടുവിനോ കഴുത്തിനോ വയറിനോ കാലിനോ വേദനയുള്ള ആരെങ്കിലും ഒരാളെങ്കിലും വരാമോ? വായോ, അച്ഛൻ വായോ. അതിനുശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. വന്നോളൂ, ഇവിടെ വന്നേക്കൂ. അല്ലേ, എവിടെയാ വേദന? പുറയിൽ ഇവിടെ വേദനയുണ്ട്. ഇവിടെ വേദനയുണ്ട്. അതെ, ഇപ്പൊ വേദനയുണ്ട് ഇല്ലേ? ഉണ്ട്. ഓക്കെ. ഇപ്പോ കർത്താവ് ഇത് സൗഖ്യപ്പെടുത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അതുകൊണ്ടാണല്ലോ അവിടെ വന്നത്. വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? ഒന്ന് വിശ്വസിച്ച് ഒന്നുകൂടി ഈശോയെ നോക്കിക്കൊണ്ട്, ഈശോയെ ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് എനിക്ക് സൗഖ്യപ്പെടുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു കേട്ടോ. ഇപ്പൊ ഒന്ന് നോക്കിയേ, ഇപ്പൊ വേദന എന്തോരം കുറവുണ്ടോ ഇല്ലയോ നോക്കി. കുറവില്ലേ? ഒന്ന് അങ്ങോട്ട് തിരിച്ചു. ഞാൻ ഒന്നും ചെയ്തില്ല. വേദനയ്ക്ക് കുറവുണ്ടോ? നമ്മൾ വല്ലതും ചെയ്തോ? ആരാ ചെയ്തു? ഇപ്പൊ ആര് ചെയ്തു? ഇപ്പോ ഈശോ ചെയ്തു. എന്തുകൊണ്ട് ചെയ്തു? എങ്ങനെ ചെയ്തു? വിശ്വാസം. അപ്പോ വേറെയും വേദനയുള്ളവരുണ്ടാവും അവിടെ. പക്ഷേ ടെസ്റ്റ് പെട്ടെന്ന് എഴുന്നേറ്റ് വന്നു. കാരണം എന്താ? എനിക്ക് അത് സൗഖ്യം കിട്ടും എന്നുള്ള ഒരു വിശ്വാസം. വേറൊരു സ്റ്റേജ് ഇങ്ങനെയാണ്, ഞാനിപ്പം പോണില്ല, ചിലപ്പോൾ കാര്യം കിട്ടിയില്ലെങ്കിൽ പിന്നെ ചമ്മി പോരേണ്ടി വരൂലേ. അത് വേറൊരു സ്റ്റേജ് ഇല്ലേ? പക്ഷെ ആ സ്റ്റേജ് വിട്ടില്ല. ഇതാണ് ദൈവത്തിൻ്റെ ശക്തി വിശ്വാസത്തിലൂടെ പ്രസരിക്കുന്നതിൻ്റെ ഒരു. ഇനി നമ്മൾ ഈശോ പറഞ്ഞ മാതിരി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇവിടെ മുട്ടുകുത്തി നിന്നോളൂ. ഈശോയുടെ അച്ഛൻ പ്രാർത്ഥിച്ചോളൂ. ഈശോയെ, ഈ മകളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ മകളെ അങ്ങ് അരുളി ചെയ്തതനുസരിച്ച് ഇവളെ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തണേ. വിശ്വാസികൾക്ക് ഈ അടയാളമുണ്ടാകും. ഞങ്ങൾ നോക്കി നിൽക്കുക, അങ്ങയുടെ ശക്തി ഇതാ ഇവരിലേക്ക് ഒഴുകും. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? നിങ്ങൾ വിശ്വസിക്കുന്നു ഇവളിപ്പോൾ സൗഖ്യപ്പെടുമെന്ന് വിശ്വസിക്കുന്നവരുടെ കരം ഉയർത്തുക. നിങ്ങൾക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ ഒരു പ്രകടനമാണ്. ഈശോയെ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. In the name of Jesus, all blood vessels, tissues, bones and muscles come back to normal healthy condition and be healed. In the name of Jesus. Thank you, Jesus. Thank you, Lord. ഈശോയെ നന്ദി. ഈശോയെ അതാ ഇപ്പോൾ ഈ ശക്തി ഇതാ ഇവളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പോലെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരിലേക്ക് ഇത് ഒഴുകണമേ. ഓ ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇവളിലേക്ക് ഒഴുകുന്ന പോലെ തന്നെ ഇവിടെയുള്ള എല്ലാവരിലേക്കും ഒഴുകണമേ ഈ ശക്തി. ഇതാ ഇപ്പൊ നിങ്ങളിലേക്ക് ശക്തി പ്രസരിച്ചുകൊണ്ടിരിക്കുന്നു. ഓ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എല്ലാവരിലും നിറയണമേ. ഓ ദൈവമേ, അങ്ങയുടെ ജ്ഞാനം എല്ലാവരെയും തൊടണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. Praise the Lord. എഴുന്നേക്കാം. വായോ. എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞേ. എനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ നല്ലൊരു തണുപ്പ് എനിക്ക് അനുഭവപ്പെട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സൗഖ്യം കിട്ടിയിട്ടുണ്ട്. വേദനയൊന്നുമില്ല. കുറച്ച് ദിവസമായിട്ട് ഭയങ്കര വേദനയായിരുന്നു. ഫ്രീ ആയി ഞാൻ മേല് മുഴുവൻ ഒരു കറന്റ് ഒഴുകണമായിട്ട് തോന്നി. എനിക്ക് നല്ല ഒരു തണുപ്പായിരുന്നു. എനിക്ക് മേല് മുഴുവൻ. ഇപ്പൊ ഓൺ ദി സ്പോട്ട് നമ്മൾ കാണുകയാണ്, ഒരു എക്സ്റേ വരുന്ന പോലെ കർത്താവിന്റെ ശക്തി വന്ന ഒരു അനുഭവം ഉണ്ടായില്ലേ? തീർച്ചയായിട്ടും. ഇത് തന്നെയാണ് അന്ന് ഈശോ നടന്നുകൊണ്ടിരിക്കുക. ആളുകളൊന്ന് തൊടാൻ ആഗ്രഹിച്ചു. ഇത് ഇന്ന് നമ്മൾക്ക് ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ്
നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ രോഗശാന്തി പ്രാർത്ഥനകളെല്ലാം. അപ്പൊ അത് നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ മക്കളുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ ഇത് തന്നെ സംഭവിക്കും. ഒരാൾ കൂടി വരണമെങ്കിൽ വരാം, ഒരാൾ കൂടി പ്ലീസ് കം. വരൂ. യെസ്, എന്താ പേര്? ടോമി. എവിടെ വേദന? നെർവിന്റെ പെയിൻ. നെർവ്സിന്റെ ഇവിടെ ഇങ്ങനെ അല്ലേ? എന്നിട്ട് അത് ഇങ്ങനെ സൈഡിലേക്ക് പോകും. ഇവിടെ ഇപ്പൊ വേദനയുണ്ട്. ഉണ്ട്. മെഡിസിൻ ഇല്ലെന്നാണ് ഡോക്ടേഴ്സ്. അതെ, ഡോക്ടേഴ്സ് മെഡിസിൻ ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് കർത്താവ് തന്നെ സൗഖ്യപ്പെടുത്താൻ വേണ്ടി റിസർവ് ചെയ്ത് വെച്ചേക്കണമെന്ന് അർത്ഥം. ഇപ്പോ എന്താ പറയുക? ടോമി വിശ്വസിക്കുന്നു കർത്താവ് ഇപ്പൊ സൗഖ്യപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? നിങ്ങൾ വിശ്വസിക്കുന്നുവോ? എന്നാ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഇതാ ഇവിടെ മുട്ടുകുത്തിക്കുള്ളൂ. ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി ഈശോയാണ് സൗഖ്യപ്പെടുത്തുന്നത്. അച്ഛൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ മകൻ്റെ ഈ നരമ്പുകൾ, രക്തധമനികൾ, മാംസപേശികൾ എല്ലാം പൂർണ്ണ സൗഖ്യപ്പെടുത്തണമേ കർത്താവേ. ഈ രോഗത്തിനൊരു മരുന്നില്ല ദൈവമേ. ഇത് മരുന്നില്ലാത്തത് അങ്ങയുടെ ശക്തി കൊണ്ട് സൗഖ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. രക്തധമനികൾ, മാംസപേശികൾ, ഞരമ്പുകളെല്ലാം ഇപ്പോൾ സൗഖ്യപ്പെടട്ടെ. അങ്ങ് തൽക്ഷണം രോഗശാന്തി നൽകിയത് തൽക്ഷണം സൗഖ്യപ്പെട്ടു. കുഷ്ഠരോഗിയുടെ മേൽ തൊട്ടപ്പോൾ തൽക്ഷണം സൗഖ്യപ്പെട്ടു. തളർവാദ രോഗി തൽക്ഷണം എഴുന്നേറ്റു. ലാസർ തൽക്ഷണം ഉയർത്തെഴുന്നേറ്റു. അങ്ങയുടെ ശക്തി തൽക്ഷണം ഈ മകനെ സൗഖ്യപ്പെടുത്തണമേ. അതോടൊപ്പം ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരിലും എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ അതെല്ലാം ഇപ്പൊ